Hi friends, Association for Legal Empowerment and Rural Transformation alert ഒരുക്കുന്ന lecture series on ജൂറിസ്പ്രുഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് എപ്പിസോഡിൽ സ്റ്റേറ്റും സ്റ്റേറ്റ്ഹുഡ് എന്താണെന്നുള്ള കോൺസെപ്റ്റും അവിടെ സ്റ്റേറ്റ് ജസ്റ്റിസ് ഡെലിവറിയാണ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്നും അതിന് ഒരു ഏജൻ്റാണ് ഗവൺമെൻറ് എന്നുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ ഇന്നത്തെ ഈ പാർട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ് ഗവൺമെൻറ്, കോൺസെപ്റ്റ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ആ ഗവൺമെൻറ് എങ്ങനെയാണ് ജസ്റ്റിസ് ഡെലിവറി എൻഷുർ ചെയ്യുന്നത്, അതിന് എന്തൊക്കെ കോമ്പണൻസ് ആണ് ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ളത്, വാട്ട് ഫോംസ് ഗവൺമെൻറ്, ഇത്തരത്തിലുള്ള പല ആസ്പെക്ട്സിലൂടെയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ പാർട്ട് പോകുന്നത്. ഇന്നത്തെ ഈ പാർട്ടിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം പ്രൊഫസർ NL സജികുമാർ, ഫാക്കൽറ്റി ഓഫ് ലോ, ഗവൺമെൻറ് ലോ കോളേജ്. നമസ്കാരം സർ. നമുക്കിനി നമ്മുടെ ഇന്നത്തെ വിഷയം ഗവൺമെൻറ്, ജൂറിസ്പ്രുഡൻഷ്യലി എന്താണ് ഗവൺമെൻറ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റിസ് എന്താണെന്ന് നോക്കി, സ്റ്റേറ്റിൻ്റെ ലക്ഷ്യം ജസ്റ്റിസ് ആണെന്നും പറഞ്ഞു. ആ സ്റ്റേറ്റിൻ്റെ ലക്ഷ്യമായ ജസ്റ്റിസ് നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റേറ്റിൻ്റെ ഏജൻ്റായിട്ട് വിഭാവന ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ് ഗവൺമെൻറ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതാണ് അതിൻ്റെ നമ്മളെ കണക്ഷൻ. അതാണ് ജസ്റ്റിസിന് വേണ്ടിയാണ് നമ്മുടെ എല്ലാ സംഹിതയും നിലനിൽക്കുന്നത്, അതിനു വേണ്ടിയാണ് സ്റ്റേറ്റ് സിസ്റ്റം വന്നിരിക്കുന്നത്. ജസ്റ്റിസ് നടപ്പിലാക്കാൻ വേണ്ടി സ്റ്റേറ്റ് വെച്ചിരിക്കുന്ന ഒരു ഏജൻ്റായിട്ട് നമ്മൾ കണ്ട ഏജൻറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഗവൺമെൻറ്. ഇനി ജസ്റ്റിസ് കൊടുക്കണമല്ലോ. അപ്പോൾ ജസ്റ്റിസ് കിട്ടണമെങ്കിൽ ആ ഗവൺമെൻറ് 3 പ്രക്രിയ നടപ്പിലാക്കിയാലേ ജസ്റ്റിസ് കിട്ടുകയുള്ളൂ. 1, ലോ മേക്കിംഗ്. ലോ മേക്ക് ചെയ്യണം, തീരുന്നില്ല. ആ ലോ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടണം. ആ ലോ വെച്ചിട്ട് വ്യാഖ്യാനിച്ച് നീതി കൊടുക്കണം, അല്ലെങ്കിൽ ആ ലോയുടെ ബേസിൽ തീർപ്പ് കൽപ്പിക്കപ്പെടണം. അപ്പോൾ അതാണ് 3 ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സസ് നടക്കുന്നു എന്ന് പറഞ്ഞുതരാം. അപ്പോൾ എപ്പോഴും ജസ്റ്റിസ് കൊടുക്കണമെന്നാണല്ലോ സ്റ്റേറ്റിൻ്റെ ലക്ഷ്യം, അതിനുവേണ്ടി വയ്ക്കുന്നതാണല്ലോ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് ഈ ജസ്റ്റിസ് കൊടുക്കണമെങ്കിൽ ഗവൺമെൻറ് 3 ജോലി ചെയ്യണം. ഒന്ന്, ലോ മേക്ക് ചെയ്യണം, ലോ നിർമ്മിക്കണം. ആ ലോ എക്സിക്യൂട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടണം. ആ ലോ വെച്ചിട്ട് വ്യാഖ്യാനിച്ച് നീതി നടപ്പിലാക്കണം, അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കപ്പെടണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൽപ്പിച്ചു. അപ്പോൾ ഇത് 3ഉം ഒരാളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ നിങ്ങളിൽ ഒരാളെ ഇത് ഏൽപ്പിച്ചു, ഉറപ്പായിട്ട് മനുഷ്യനാണല്ലോ. ഇത് 3ഉം കിട്ടിയാൽ ആ കിട്ടുന്ന വ്യക്തി ഇഷ്ടമുള്ള ലോ ഉണ്ടാക്കും, ഇഷ്ടമുള്ള വിധത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യും, അത് എതിർക്കുന്നവരെ തീർപ്പ് കൽപ്പിക്കുന്ന അഡ്ജുഡിക്കേഷൻ പവർ വെച്ചിട്ട് ഇല്ലാതാക്കും. അപ്പോൾ ഇതാണല്ലോ പണ്ട് നടന്നത്. ഇങ്ങനെ ഇതാണല്ലോ നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് തന്നെ ഇതിൽ നിന്നാണല്ലോ. ഈ 3 പവേഴ്സും ലോ മേക്കിംഗ് പവർ, ഇംപ്ലിമെൻറ്റേഷൻ ഓർ എക്സിക്യൂഷൻ പവർ, അഡ്ജുഡിക്കേഷൻ പവർ, ഇതെല്ലാം ഇഫ് ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സിംഗിൾ ബോഡി ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ആർബിട്രറിനെസ്. തന്നിഷ്ടപ്രകാരമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള അവസരമാണ്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് വളരെ അതോറിറ്റേറ്റീവായിട്ട് ഒരു ഫ്രഞ്ച് സ്കോളർ ഫ്രഞ്ച് സ്കോളറായിട്ടുള്ള മൊണ്ടസ്ക്യൂ ഒരു ബുക്ക് എഴുതി, സ്പിരിറ്റ് ഓഫ് ദി ലോസ്, അല്ലേ? അതിൻ്റെ സ്പിരിറ്റ് ഓഫ് ദ ലോസ്, ലെ സ്പിരിറ്റ് ഡെസ് ലോയ്സ്, ഫ്രഞ്ച് വാക്ക്. ഈ 3 പവറും ഒരു ബോഡിയിൽ കൊടുത്താൽ ആ ബോഡി അത് തന്നിഷ്ടപ്രകാരമായിട്ട് ഉപയോഗിച്ച് ജനങ്ങളുടെ പ്രഷ്യസ് റൈറ്റ്സ് എല്ലാം ട്രാമ്പിൾ ഡൗൺ ചെയ്യും. അതുകൊണ്ട് മൊണ്ടസ്ക്യൂ ബുക്ക് എഴുതിയിട്ട് പറഞ്ഞു, ഗവൺമെൻറ്റിന് 3 പവറുണ്ട്. ആ 3 പവർ 3 ബോഡീസിന് കൊടുക്കുക. ലോ മേക്കിംഗ് ഒരു ബോഡിക്ക് കൊടുക്കുക, അത് ലെജിസ്ലേച്ചർ എന്ന് വിളിക്കുക. 2, ആ ഉണ്ടാക്കുന്ന ലോയെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി വേറൊരാൾ ഒരു വേണം, അത് ആ പവർ കൊടുക്കുക, അതാണ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്. 3ാമതൊരു ബോഡി ഇരുത്തണം. ആ ബോഡിക്ക് ഈ ഉണ്ടാക്കിയ നിയമം വ്യാഖ്യാനിച്ച് നീതി കൊടുക്കാനും ഈ നിയമം വെച്ചിട്ട് തമ്മിലടിക്കുന്ന കേസസിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള പവർ. അങ്ങനെയാണ് 3 പവേഴ്സ് 3 ബോഡീസിന് കൊടുക്കണമെന്നും അത് സ്ട്രിക്റ്റായിട്ട് തന്നെ പാലിക്കണമെന്നും ഒരു ബോഡി അവരുടെ മേഖലയിൽ സുപ്രീമാണെന്നും സോവറിനാണെന്നും ആ ബോഡി മറ്റു ബോഡികളുടെ ജൂറിസ്ഡിക്ഷനിലോട്ട് കയറുതെന്ന് പറഞ്ഞ തിയറിയുടെ പേരാണ് ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഇനി നമ്മൾ നേരെ ഇന്ത്യൻ ജൂറിസ്പ്രുഡൻസിൽ. അപ്പോൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇത് ഇന്ത്യയിലുണ്ടോ ഇല്ല എന്നുള്ള ചോദ്യമാണ്. ഉണ്ട്. കാരണം എല്ലാ ലോകരാജ്യത്തെയും എല്ലാ നല്ല ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾസും ഇൻകോപ്പറേറ്റ് ചെയ്ത് വന്നൊരു ഡോക്യുമെൻ്റാണല്ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പ് ഇവിടെ ഇന്ത്യയിൽ ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ അത് പ്രത്യേകിച്ചും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 പ്രകാരമുള്ള ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ തത്വങ്ങളൊന്നും അവിടെ പാലിച്ചിട്ടില്ല എന്ന് നിങ്ങൾ അറിയുക. പക്ഷേ പ്യൂർലി
അത് പാലിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടാണ് ഭരണഘടനയിൽ നമ്മൾ 1950 സെപ്പറേഷൻ ഓഫ് പവർ ഡോക്ട്രിൻ കൊണ്ടുവന്നിട്ട് സർക്കാർ നമ്മുടെ ഗവൺമെൻറ്റിനെ ഇങ്ങനെയാണ് 3 വിങ്ങായിട്ട് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പേപ്പറിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ആ സെൻട്രൽ ഗവൺമെൻറ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. സെൻട്രൽ ലെജിസ്ലേച്ചർ, പാർലമെൻറ്റ്. അതിനകത്ത് ലോക്സഭ, രാജ്യസഭ, പിന്നെ കുറേ ബില്ല് ആക്ട് ആക്കാനൊക്കെ ഒപ്പിടാൻ കുറച്ച് ടീമിൽ പ്രസിഡൻറ്റും ഉണ്ട്. തൊട്ടടുത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവ്. അപ്പോൾ അവിടെ പ്രസിഡൻറ്റ് ആസ് ദ ഹെഡ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ PM ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡൻറ്റ്. 2 ഗ്രൂപ്പായി. മൂന്നാമതൊരു ബോഡിയാണ് ജുഡീഷ്യറി. അത് സുപ്രീം കോർട്ട് മാത്രമാണ്. ഇതിന് വിഷ്വൽ പെട്ടെന്ന് തരാം. അപ്പോൾ നമ്മുടെ എന്താണ് ഡോക്ടർ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് നമ്മൾ 3 ടയർ സിസ്റ്റം ആണല്ലോ ഇന്ത്യയിൽ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, ഫെഡറലിസം വന്നപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, 2 ഗവൺമെൻറ് ഉണ്ട്. പിന്നെ 1992 ശേഷം അധികാരം ജനങ്ങളിലേക്ക് ഡീസെൻട്രലൈസേഷൻ എന്നുള്ള കൊണ്ടുവന്നിട്ട് 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴി നമ്മുടെ വീട്ടുമുറ്റത്ത് വേറൊരു ഗവൺമെൻറ് ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അപ്പോൾ ഇപ്പോൾ 3 ടയർ ഓഫ് ഗവൺമെൻറ്റാണ് നമ്മൾ നോക്കുന്നത്. സെൻട്രലൊരു ഗവൺമെൻറ്, സ്റ്റേറ്റിലൊരു ഗവൺമെൻറ്, വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇപ്പോൾ ഇത് നമ്മൾ ഫെഡറൽ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിന് വേറൊരു വാക്ക് ഉപയോഗിക്കാം. കോഓപ്പറേറ്റീവ് ഫെഡറലാണ്. കോഓപ്പറേഷൻ, സഹകരണം. അപ്പോൾ സഹകരണത്തോടുള്ള ഫെഡറലിസമാണ് ഇന്ത്യയിൽ. സെൻട്രലും സ്റ്റേറ്റും തമ്മിൽ സഹകരണം വേണം, സ്റ്റേറ്റും LSTയും തമ്മിൽ സഹകരണം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം. പക്ഷേ ഇവിടെ അത് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം ആണെന്ന് പറഞ്ഞു, പ്ലസ് സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് സെപ്പറേഷൻ ഓഫ് പവർ നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റാത്ത റീസൺ ഉണ്ട്. അത് ഒറ്റ മെയിൻ റീസൺ ഇത്രയേ ഉള്ളൂ. നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് സ്റ്റേറ്റിൻ്റെ ജോലി വളരെ കുറവായിരുന്നു. മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ മാത്രം ചെയ്താൽ മതിയായിരുന്നു. അത് പോലീസ് സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം നമ്മൾ വെൽഫെയർ സ്റ്റേറ്റായി മാറി. അപ്പോൾ സ്റ്റേറ്റിന് ഒരുപാട് ജോലിയുണ്ട്. ഓഫ് കോഴ്സ് പഴയ പോലീസ് ജോലിയുണ്ട്. അപ്പോൾ പ്രൊട്ടക്ടർ തന്നെയാണ്, അത് മാറ്റമില്ല, പ്രൊട്ടക്ടർ തന്നെയാണ്. പക്ഷേ കുറേ പുതിയ ജോലി അഡീഷണലായിട്ട് വന്നു. ഒന്ന് ഡിസ്പെൻസർ ഓഫ് സോഷ്യൽ സർവീസസ് ആണ്. ജനങ്ങൾക്ക് സോഷ്യൽ സർവീസസ്, അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് കൊടുക്കണം, മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുക്കണം, ഒരുപാട് പാക്കേജസ്, അപ്പോൾ അത് കൊടുക്കണം. പിന്നൊന്ന് എക്കണോമിക് കൺട്രോളറാണ്. രാജ്യത്തിൻ്റെ എക്കണോമി കൺട്രോൾ ചെയ്യുന്ന എക്കണോമിക് കൺട്രോളറും സ്റ്റേറ്റാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ മാനേജറാണ്. ഇൻഡസ്ട്രി മാനേജ് ചെയ്യേണ്ടതും സ്റ്റേറ്റിൻ്റെ ജോലിയാണ്. പിന്നെ ആർബിട്രേറ്ററാണ്, മധ്യസ്ഥ. അപ്പോൾ ഇത്രയും ഇപ്പോൾ പോലീസ് സ്റ്റേറ്റിൽ നിന്ന് വെൽഫെയർ സ്റ്റേറ്റായി മാറിയപ്പോൾ ആ മാറ്റം നമ്മുടെ ഈ സെപ്പറേഷൻ ഓഫ് പവറിനെ മാറ്റിയെന്നും കൂടെ ആ മാറ്റം എന്താണ് പോലീസ് സ്റ്റേറ്റിൽ നിന്ന് വെൽഫെയർ സ്റ്റേറ്റിലോട്ട് വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ 3 ജോലി 3 പേർക്ക് കൊടുത്ത് 3 പേരെ കൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെ സെപ്പറേഷൻ ഓഫ് പവറില്ല. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പറയാം. എന്താണെങ്കിലും നമ്മൾ ആ 3 വിങ്ങും അവർ പ്രസൻറ്റ് ഇന്ത്യയിൽ, ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഈ 3 വിങ്ങ് എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ലെജിസ്ലേച്ചറെ എടുക്കാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ലെജിസ്ലേച്ചറിൻ്റെ ജോലി ടു മേക്ക് ലോ ആണ്. കറക്റ്റാണ്. അപ്പോൾ അംബേദ്കർ ഈ 3 വിങ്ങിൽ ലോ മേക്ക് ചെയ്യുന്ന ജോലി ലെജിസ്ലേച്ചറിനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഫസ്റ്റ് ജോലി ലോ മേക്കിംഗ് ആണ്. ഇനി അവർ ലോ ഉണ്ടാക്കുമ്പോൾ ആ ലോയെ നമ്മൾ ആക്ട് എന്നോ സ്റ്റാറ്റ്യൂട്ട് എന്നോ ഇനാക്ട്മെൻ്റ് എന്നോ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഇതിൻ്റെ പേര് സുപ്രീം ലെജിസ്ലേഷൻ. ഞാൻ വാക്ക് മനഃപൂർവ്വം നിങ്ങൾ പറയാം, സുപ്രീം ലെജിസ്ലേഷൻ. അതെന്തുകൊണ്ടാണ് സുപ്രീം എന്ന് നിങ്ങൾക്ക് ഇത് ഈ ക്ലാസ് തീരുമ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ അറിയുക, ലെജിസ്ലേച്ചർ 3 വിഷ്വലൈസ് ചെയ്താൽ മതി. ഒരേ പ്രതലത്തിൽ വരച്ചിരിക്കുന്ന 3 സർക്കിളാക്കി വെച്ചാൽ മതി. ആദ്യത്തെ ഒരു സർക്കിളിനകത്ത്, ഒരു വട്ടത്തിനകത്ത് ലെജിസ്ലേച്ചർ ഇരിക്കുന്നു. തൊട്ടടുത്തൊരു സൈസ്, ഇപ്പോൾ എല്ലാ ഇത് സൈസും ഷേപ്പും എല്ലാം സർക്കംഫറൻസും ഒക്കെ ഒന്നാണ്. കാരണം ഇവർ 3 കുതിര, ഒരേപോലത്തെ ആരോഗ്യമുള്ള, ഒരേപോലത്തെ സ്പീഡുള്ള 3 കുതിര വലിക്കുന്ന രഥമായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കുതിര ലെജിസ്ലേച്ചർ, വേറൊരു കുതിര എക്സിക്യൂട്ടീവ്, വേറൊരു കുതിര ജുഡീഷ്യറി. അപ്പോൾ 3 പേരും ഒരേ ഹെൽത്തും ഒരേ മനസ്സുമായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് നമ്മുടെ ഗവൺമെൻറ് മെഷറിയുടെ വിഷ്വൽ. അപ്പോൾ ആദ്യത്തെ ഒരു റൗണ്ട് മീൻസ് ഞാൻ ആ സർക്കിൾ തിരിക്കണമെന്ന് പറയാൻ വേണ്ടി ഒരു വട്ടത്തിനകത്ത് ഇരുത്തി നമ്മൾ പറയാം. അപ്പോൾ അത് ലെജിസ്ലേച്ചറാണ്. ലോ മേക്കിങ്ങിൻ്റെ ജോലി കൊടുത്തു. അതുകൊണ്ട് അവരുണ്ടാക്കുന്ന ലോയുടെ പേര് അത് ആക്ട് എന്നോ സ്റ്റാറ്റ്യൂട്ട് എന്നോ അല്ലെങ്കിൽ സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറയും. എക്സാമ്പിൾ ആക്ട് എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, അല്ലെങ്കിൽ ഇപ്പോൾ തലാക്ക് നിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്രിമിനലൈസ് ചെയ്യാൻ വേണ്ടി വന്ന മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് 2008. ഇതെല്ലാം എന്താണ് നമ്മുടെ ഇതെല്ലാം ആക്റ്റാണ്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് ലെജിസ്ലേച്ചറാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേര് സുപ്രീം ലെജിസ്ലേഷൻ എന്നാണ്. തീർന്നില്ല. ഇനി ഈ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ജോലിയാണ് എക്സിക്യൂട്ടീവിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലോ എന്ത് ചെയ്യണം. ഇനി ഈ ആക്ട് ലോ വെച്ചിട്ട് ഇതിൻ്റെ വ്യാഖ്യാനം വെച്ചിട്ട് തീർപ്പ് കൽപ്പിക്കുക, അഡ്ജുഡിക്കേറ്റ് ചെയ്യുക, കേസ് ഡിസ്കസ് ചെയ്യുന്നതിനുള്ള ജോലിയാണ് കോടതി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ജോലി. ഇത് തന്നെയാണ് ഇന്ത്യയിലുള്ള ഫസ്റ്റ് ലെജിസ്ലേച്ചറിൻ്റെ ജോലി. ലോ മേക്കിംഗ് തന്നെയാണ്. 2 എക്സിക്യൂട്ടീവിൻ്റെ ജോലി ആ ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് തന്നെയാണ്. കോടതിയുടെ ജോലി അത് ലോ
ലോയുടെ ബേസിൽ അഡ്ജുഡിക്കേറ്റ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ജസ്റ്റിസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് തന്നെ ആലോചിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, സെൻട്രൽ ഗവൺമെൻറ്റിൽ പാർലമെൻറ്റുണ്ട്, ഇത് തന്നെയാണ് ജോലി. എക്സിക്യൂട്ടീവ് പ്രസിഡൻറ്റ് ടീമുണ്ട്, അത് തന്നെ ജോലി. സുപ്രീം കോർട്ടുണ്ട്. ഇനി സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ സ്റ്റേറ്റിൽ 3 വിങ് ഉണ്ട്. ജസ്റ്റ് ഓടിച്ച് പറയാം. സ്റ്റേറ്റിൽ ഇപ്പോൾ കേരള തന്നെ എടുക്കും. കേരളത്തിൽ ലെജിസ്ലേച്ചർ ഉണ്ടല്ലോ. അത് ലോ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ ബൈ ക്യാമറൽ പറഞ്ഞു 2 ക്യാമറ. അപ്പോൾ ബൈ ക്യാമറൽ ആയതുകൊണ്ടാണ് ലോക്സഭയും രാജ്യസഭയും മാൻഡേറ്ററിയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിലോട്ട് വരുമ്പോൾ 2 സഭ പറയുന്നുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയും പറയുന്നുണ്ട്, കൗൺസിലും പറയുന്നു. പക്ഷേ വേണമെങ്കിൽ കൗൺസിൽ വേണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ അതുകൊണ്ടാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയേ ഉള്ളൂ, MLA മാരേ ഉള്ളൂ. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ MLA മാരുണ്ട്, MLC മാരുണ്ട്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. എന്തായാലും അത് പോകണം. അവിടെ എന്നിട്ട് ഒപ്പിടാൻ വേണ്ടി ഗവർണറും ഉണ്ട്. ഇനി എക്സിക്യൂട്ടീവ് നോക്കൂ. എല്ലാ സംസ്ഥാന സർക്കാരിലും ഒരു തലവനായിട്ട് ഗവർണറെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ CM. അവിടെ PM എങ്കിൽ ഇവിടെ CM ആണ്. ഇനി കോടതി. ആ കോടതിയുടെ പോയിന്റ് പറഞ്ഞല്ലോ. അവിടെ സുപ്രീം കോർട്ട്, സെൻട്രലിൽ നമ്മൾ സുപ്രീം കോർട്ട് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ജുഡീഷ്യറിയുടെ ഹൈക്കോടതി മാത്രമല്ല എല്ലാ കീഴ്ക്കോടതിയും എല്ലാ ട്രിബ്യൂണൽസും സംസ്ഥാന സർക്കാരിനകത്തോട്ട് വരും. ഇനി ജോലി ഞാൻ വീണ്ടും റീക്യാപ്പ് ചെയ്യുക. ലെജിസ്ലേച്ചറിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഏൽപ്പിച്ച ജോലി, ഭരണഘടന ഏൽപ്പിച്ചിരിക്കുന്ന മെയിൻ ജോലി ലോ മേക്കിംഗ് ആണ്. അതുകൊണ്ട് അവർ ഇറക്കുന്ന ലോയുടെ പേര് സുപ്രീം ലെജിസ്ലേഷൻ. ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ജോലി എക്സിക്യൂട്ടീവിനുണ്ട്. അത് എക്സിക്യൂട്ടീവ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇതിന് പുറമെ ജഡ്ജസ് ഈ ലോ വെച്ചിട്ട് അതിൻ്റെ ബേസിൽ തീർപ്പ് കൽപ്പിക്കുക, അഡ്ജുഡിക്കേറ്റ് ചെയ്യുക. പിന്നെ ഇത് ഈ ലോ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നീതി കൊടുക്കുക. ഞാൻ ലെജിസ്ലേച്ചറിന് ഒരു ജോലി. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞല്ലോ വെൽഫെയർ സ്റ്റേറ്റിലോട്ട് വന്നപ്പോൾ ഈ ജോലി എല്ലാവരും മാറിയും തിരിഞ്ഞ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ 3 എണ്ണത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ശിക്ഷിക്കേണ്ട ജോലി കോടതിക്കാണല്ലോ, സ്വാഭാവികമായിട്ടും ആണല്ലോ. പക്ഷേ ലെജിസ്ലേച്ചറിനകത്ത് ആ സ്പീക്കർക്ക് ഒരു മെമ്പറോ ഒരു ഔട്ട്സൈഡറോ എന്തെങ്കിലും ബഹളം വെച്ച് ശല്യം ചെയ്താൽ കണ്ടംപ്റ്റ് എടുത്താൽ ആ സ്പീക്കറെ കൊണ്ട് ശിക്ഷിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഒരു ലെജിസ്ലേച്ചറിനകത്തും കോടതിയുടെ പണി നടക്കുന്നു, ആ ജോലി നടക്കുന്നു മനസ്സിലായി. അപ്പോൾ അതിൻ്റെ പേര് അഡ്ജുഡിക്കേഷൻ. നമ്മൾ പ്യുവറായിട്ട് തിയററ്റിക്കലി നമ്മൾ നോക്കിയാൽ സെപ്പറേഷൻ ഓഫ് പവർ വെച്ച് നോക്കിയാൽ അഡ്ജുഡിക്കേഷനും ശിക്ഷാവിധിയൊക്കെ കോടതിക്കേ ചെയ്യുക. പക്ഷേ ഇവിടെ ലോ ഉണ്ടാക്കാൻ ഏൽപ്പിച്ച ലെജിസ്ലേച്ചർ തന്നെ അഡ്ജുഡിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ മാറുന്നൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. തീർന്നില്ല. എക്സിക്യൂട്ടീവുടെ പണിയും നമ്മുടെ ലെജിസ്ലേച്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ ലെജിസ്ലേച്ചറിനകത്ത് കമ്മിറ്റീസ് ഉണ്ട്. ആ കമ്മിറ്റീസിൻ്റെയൊക്കെ ചില പ്രക്രിയ എക്സിക്യൂട്ടീവ് ജോലി ചെയ്യുന്ന കമ്മിറ്റീസ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലെജിസ്ലേച്ചറും 3 ജോലിയും ചെയ്യുന്നു നിങ്ങൾ അറിയുക. ഈ ലെജിസ്ലേച്ചർ മെയിനായിട്ട് ചെയ്യുന്ന ജോലി ലോ മേക്കിംഗ് ആണെങ്കിലും അതേ ലെജിസ്ലേച്ചർ അഡ്ജുഡിക്കേഷൻ ചെയ്യുന്നു. അത് കറക്റ്റ് എക്സാമ്പിൾ പറഞ്ഞില്ലേ. സ്പീക്കർക്ക് പ്രിവിലേജ് ലംഘിച്ചോ അല്ലെങ്കിൽ കണ്ടംപ്റ്റിന് കേസ് എടുത്ത് ശിക്ഷിക്കാം. MPമാരെയും MLA മാരെയൊക്കെ തന്നെ ശിക്ഷിക്കാം, ഔട്ട്സൈഡേഴ്സിനെ ശിക്ഷിക്കാം. ഇനി എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെജിസ്ലേച്ചറിന് 3 ജോലി ഇപ്പോൾ ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ 3 ജോലിയും ചെയ്യുന്നുണ്ട്. ലെജിസ്ലേച്ചറിൻ്റെ ജോലി ചെയ്യുന്നുണ്ട്, കോടതിയുടെ ചെറിയ അഡ്ജുഡിക്കേഷൻ ജോലി ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ടീവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സെപ്പറേഷൻ ഓഫ് പവർ പോയി. ഇനി തിരിച്ച് നമ്മൾ അടുത്ത ബോഡി എക്സിക്യൂട്ടീവ് ബോഡി എടുത്ത് നോക്കൂ. എക്സിക്യൂട്ടീവ് ബോഡി നമ്മൾ യഥാർത്ഥത്തിൽ വിഷ്വലൈസ് ചെയ്തത് എന്തിനു വേണ്ടി മാത്രമോ? ഈ ലെജിസ്ലേച്ചർ ആക്കുന്ന നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. പക്ഷേ എല്ലാ ജോലിയുണ്ട്. ഒരു നയം എന്ത് വേണം, എങ്ങനെയായിരിക്കണം ഒരു നയം, ആ നയത്തിൻ്റെ പോളിസി ഫ്രെയിം ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് തലത്തിലാണ്. അപ്പോൾ വീണ്ടും ജോലി വലുതായി. തീർന്നില്ല. ലോ ഉണ്ടാക്കാൻ ചില പ്രത്യേക സിറ്റുവേഷനിൽ ലോ ഉണ്ടാക്കാനുള്ള സമയമോ, കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ കാര്യം ഡെയിലി ഇടപെടണം, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലോ ഉണ്ടാക്കണം. ഈ ലോ എല്ലാം ഒരു ബില്ല് അവതരിപ്പിച്ച് ഒരു സഭ പാസ്സാക്കി അടുത്ത സഭയിൽ വിട്ടിട്ട് പ്രസിഡൻറ്റോ ഗവർണറോ ഒപ്പിട്ടാലേ ആക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് ഉദ്ദേശിച്ച സിറ്റുവേഷനിൽ നടക്കാത്ത പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിന്ന നിലയിൽ ലോ ഇല്ല. അപ്പോൾ ലോ ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ പ്രഷർ അപ്പോൾ ദ പാർലമെൻ്ററി ടൈമുണ്ട്. അതുമാത്രമല്ല പല വിധത്തിലുള്ള ഇപ്പോഴത്തെ ടെക്നിക്കൽ സബ്ജക്ട് മാറ്റർ, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ക്രൈം, ഓൺലൈൻ ക്രൈംസ്, അല്ലെങ്കിൽ പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സ്, എത്ര ഡെസിബൽ വോളിയം വയ്ക്കുക, അല്ലെങ്കിൽ സ്മോക്ക് പോകുമ്പോൾ ഓരോന്നിൻ്റെ കണ്ടൻറ്റ് എത്ര അളവാവാം, ഇതൊന്നും പറയാൻ അതിനുള്ള കോമ്പിറ്റൻസും ലെജിസ്ലേച്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിടന്നതുകൊണ്ട് ലെജിസ്ലേച്ചറിൻ്റെ കുത്തക ഏറ്റെടുന്ന ലോ മേക്കിംഗ് ലെജിസ്ലേച്ചർ ഒരു ആക്ട് വഴി എക്സിക്യൂട്ടീവിനെ ഏൽപ്പിച്ചു തുടങ്ങി. അപ്പോൾ കണ്ടില്ലേ, ലോ മേക്കിങ്ങിൻ്റെ ലെജിസ്ലേച്ചറിൻ്റെ കുത്തക ലെജിസ്ലേച്ചർ തന്നെ ഒരു പേരൻ്റ് ആക്ട് എന്ന് പറയുന്നത്, പേരൻ്റ് ആക്ട് വഴി എക്സിക്യൂട്ടീവിനെ ഏൽപ്പിച്ചു. കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞു. ഒന്ന്, എല്ലാ ലോയും സമയത്തിനുണ്ടാക്കാനുള്ള സമയം ബന്ധിതമായിട്ട് ഇറക്കാനുള്ള സമയം കിട്ടുന്നില്ല. പിന്നെ ടെക്നിക്കലായിട്ടുള്ള എക്സ്പെർട്ടൈസ് വേണ്ട മേഖലയിൽ എക്സ്പെർട്ടൈസിന് പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ലെജിസ്ലേച്ചർ തന്നെ ലെജിസ്ലേച്ചറിൻ്റെ കുത്തക ഏറ്റെടുന്ന ലോ മേക്കിംഗ് എക്സിക്യൂട്ടീവിന് കൊടുത്തു. അപ്പോൾ വീണ്ടും കണ്ടില്ല, ഇന്ത്യൻ എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ എന്തും കൂടെ വന്നു, ലോ മേക്കിംഗ്. അപ്പോൾ എക്സിക്യൂട്ടീവ് സ്റ്റാർട്ടഡ് ലോ മേക്കിംഗ്. അവരുണ്ടാക്കുന്ന ലോയുടെ പക്ഷേ വേറൊരു വാക്കിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ലെജിസ്ലേച്ചർ ഇറക്കുന്നത് നമ്മൾ സുപ്രീം ലെജിസ്ലേഷൻ എന്ന് വിളിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഇറക്കുന്ന ലോയെ നമ്മൾ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്നേ വിളിക്കാവൂ. അപ്പോൾ സുപ്രീം ലെജിസ്ലേഷൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ലെജിസ്ലേച്ചറാണ്, അത് ആക്ട് ആ ഫോമില്ല. ഇനി അതിൻ്റെ അധികാരം കൊടുത്തെങ്കിൽ എക്സിക്യൂട്ടീവ് വിങ്ങിന് ലോ ഉണ്ടാക്കാം. അതിൻ്റെ പേര് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, പ്രതിനിധി, ഡെലിഗേറ്റഡ്. അപ്പോൾ പ്രതിനിധിയായിട്ടാണ് ലോ ഉണ്ടാക്കുന്നത്. പ്രതിനിധി ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനാണ്, സബോർഡിനേറ്റ് ലെജിസ്ലേഷനാണ്. ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം.
ഓർഡിനൻസ്, ഇപ്പോൾ കേരള ഗവർണർ ഓർഡിനൻസ് പാസ്സാക്കി, അല്ലെങ്കിൽ പ്രസിഡന്റ് ഓർഡിനൻസ് ഇറക്കി. ഓർഡിനൻസ് പാസ്സാകുമ്പോൾ എക്സിക്യൂട്ടീവ് തലത്തിലല്ലേ ഓർഡിനൻസ്, റൂൾസ്, റെഗുലേഷൻസ്, നോട്ടിഫിക്കേഷൻസ്, സർക്കുലേഴ്സ്, ഓർഡേഴ്സ്, ഇതെല്ലാം ലെജിസ്ലേച്ചർ കിട്ടിയ പവർ വെച്ചിട്ട് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിൻ്റെ പേരാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഓർ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. അപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെ പണിയും കൂടെ എക്സിക്യൂട്ടീവിന് കിട്ടി. ഇനി ഒരു കുറ്റം ചെയ്തു, ഒരു LLB കുട്ടി ഒരു മാൽ പ്രാക്ടീസ് പരീക്ഷയ്ക്ക് കാണിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ശിക്ഷിക്കാൻ വേണ്ടി നമ്മൾ കോടതിയിലല്ലോ ആണല്ലോ കൊണ്ടുപോകേണ്ടത്. പക്ഷേ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിലാണ് ശിക്ഷ വിധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തിട്ട് മേലുദ്യോഗസ്ഥനാണ് വെളിയിലാക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അഡ്ജുഡിക്കേഷൻ ചെയ്യേണ്ടത് യഥാർത്ഥ കോടതിയുടെ പണിയാണെങ്കിലും ആ പണിയും എക്സിക്യൂട്ടീവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലെജിസ്ലേച്ചറിന് എല്ലാ പണിയും ചെയ്യാമെങ്കിൽ എക്സിക്യൂട്ടീവും എല്ലാവരുടെയും പണി ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരെ കോർട്ടിലോട്ട് പോവുക. കോർട്ടിനെ എന്തിനാണ് ഇരുത്തി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത്, അഡ്ജുഡിക്കേഷൻ, തീർപ്പ് കൽപ്പിക്കൽ. അത് എല്ലാ കോടതിയിലും ഡെയിലി നടക്കുന്നൊരു പ്രോസസ്സാണ് അഡ്ജുഡിക്കേഷൻ. അത് സിവിൽ കോടതിയിലെ മുൻസിഫ് കോടതിയിലാണെങ്കിൽ 2 വസ്തു, എയുടെയും ബിയുടെയും വസ്തു തർക്കം, മുൻസിഫ് അഡ്ജുഡിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ക്രൈം കേസിൽ ഒരു മോഷണ കേസിൽ പ്രതി, അപ്പോൾ അവിടെയും ക്രിമിനൽ കോടതി നോക്കുന്നത് ഇവൻ മോഷണം നടത്തിയോ ഇല്ലയോ. ഇനി 2 സംസ്ഥാനങ്ങൾ തമ്മിലടിച്ചാൽ സുപ്രീം കോർട്ടും നോക്കുന്നത് അഡ്ജുഡിക്കേറ്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ദിവസവും എല്ലാ കോർട്ടിലും നടക്കുന്ന അഡ്ജുഡിക്കേഷൻസാണ്. രണ്ടാമത്തെ റോൾ ഞാൻ പറഞ്ഞു, കോടതിക്ക് മാത്രമുള്ളൊരു സാധനമാണ് ലോയുടെ വ്യാഖ്യാനം, ഇൻ്റർപ്രറ്റ് ചെയ്ത് ജസ്റ്റിസ് കൊടുക്കണം. അപ്പോൾ അത് നല്ലൊരു ജോലിയാണ്. അപ്പോൾ ലോ ആരിറക്കുന്നു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. ലെജിസ്ലേച്ചർ സുപ്രീം ലെജിസ്ലേഷൻ ഇറക്കുന്നുണ്ട്, എക്സിക്യൂട്ടീവ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഓർ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഇറക്കുന്നുണ്ട്. ഇത് രണ്ടും ലോയാണ്. ഇത് കോടതിയുടെ മുമ്പാകെ എത്തുമ്പോൾ കോടതി വ്യാഖ്യാനിച്ചിട്ട് നീതി കൊടുക്കും. അതിന് നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഭരണഘടന വന്നത് 1950 50 സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന ഭരണഘടനയാണ്. ഭരണഘടനയിൽ വന്നതിന് ശേഷം നമ്മളിവിടെ എയർ ഇന്ത്യ ഉണ്ടല്ലോ, എയർ ഇന്ത്യ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആക്ട് പ്രകാരമാണ് നമ്മൾ എയർ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പക്ഷേ അതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സേവന വേതന വ്യവസ്ഥ തീരുമാനിക്കാൻ ആക്ട് അതിനകത്തുള്ള എക്സിക്യൂട്ടീവ് തലത്തിൽ തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരൊരു റൂൾ ഇറക്കിയിട്ട് പറഞ്ഞു, എയർ ഹോസ്റ്റസ് പ്രഗ്നൻ്റ് ആവുമെങ്കിൽ ജോലിയിൽ നിന്ന് വെളിയിലാക്കും. ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഭരണഘടന വന്നതിന് ശേഷം എയർ ഹോസ്റ്റസ്മാർക്ക്, എയർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാരെ എയർ ഹോസ്റ്റസ്മാർക്ക് പ്രഗ്നൻ്റ് ആയാൽ ആ ഗ്രൗണ്ടിൽ വെളിയിലാക്കും. അപ്പോൾ തന്നെ ഒരു നർഗീഷ് മിർസ എന്നൊരു എയർ ഹോസ്റ്റസ് ഇത് ചലഞ്ച് ചെയ്ത് സുപ്രീം കോർട്ട് വരെ എത്തി. അതാണ് എയർ ഇന്ത്യ വേഴ്സസ് നർഗീഷ് മിർസ കേസ്, അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് കേസ് എന്നറിയപ്പെടുന്നു. ഈ കേസിൽ സുപ്രീം കോർട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, പ്രകൃതിപരമായിട്ട് സ്ത്രീക്ക് കിട്ടിയ ഒരു അവകാശമാണ് പ്രൊക്രിയേഷൻ. അപ്പോൾ അത് മാൻമെയ്ഡ് ലോ പറയുന്നു, പ്രഗ്നൻ്റ് ആയ ജോലി പോകും. അപ്പോൾ കോടതി പറഞ്ഞു, വ്യാഖ്യാനിച്ചു, നീതിക്ക് വേണ്ടി. എന്നിട്ട് കോടതി ഉപയോഗിച്ച വാക്കാണ്, ഇങ്ങനെ ഒരു ഇന്ത്യയിൽ ഇത്രയും ഡെവലപ്പ് ചെയ്ത ഇന്ത്യയിൽ ഇത്രയും ഭരണഘടന ഉള്ള സമയത്ത് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയാൽ ജോലിയിൽ നിന്ന് വെളിയിലാക്കുമെന്ന് പറയുന്നത് ഇൻസൾട്ട് ടു വുമൺഹുഡാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, ഓയിഡാണ്. അപ്പോൾ ആ വിധി വന്നതിന് ശേഷം എയർ ഇന്ത്യയുണ്ട്, എയർ ഇന്ത്യയുടെ റൂളും ഉണ്ട്. പക്ഷേ ഈ ഒരു ക്ലോസ് ബിക്കംസ് ഓയിഡ്. അപ്പോൾ ഇതാണ് ഇൻ്റർപ്രറ്റ് ചെയ്ത് നീതി നടപ്പിലാക്കുന്നത്. അപ്പോൾ കോടതിയുടെ ജോലി പറഞ്ഞു, കോടതിയിൽ ആദ്യം അഡ്ജുഡിക്കേഷൻ ഏൽപ്പിച്ച് ചെയ്യുന്നു, പിന്നെ ഏൽപ്പിച്ചത് തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്ത് നീതി കൊടുക്കുന്നു. അടുത്ത പോയിൻറ്റ്, ലോ ഉണ്ടാക്കേണ്ടത് ലെജിസ്ലേച്ചർ ആണല്ലോ. സുപ്രീം ലെജിസ്ലേഷൻ ഉണ്ടാക്കാം, ഇല്ല സമയമില്ല അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ എക്സിക്യൂട്ടീവിനെ കൊണ്ട് ഉണ്ടാക്കിക്കാമല്ലോ. പക്ഷേ 2 പേരും ചെയ്തില്ല എങ്കിൽ ഒരു വാക്കം വന്നു, അന്തരീക്ഷത്തിലൊരു വാക്കം വന്നാൽ ആ വാക്കം വേണമെങ്കിൽ സുപ്രീം കോർട്ടിന് ലോ ഉണ്ടാക്കി നികത്താം. അപ്പോൾ സുപ്രീം കോർട്ടും ലോ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയും ലോ ഉണ്ടാക്കുന്നു എന്നാണ് ഞാനിവിടെ പറയുമ്പോൾ അതിനെ നമ്മൾ ജുഡീഷ്യൽ ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ പ്രീസിഡൻ്റ് എന്നൊക്കെ പറയും. പക്ഷേ ജുഡീഷ്യൽ ലെജിസ്ലേഷൻ ഏറ്റവും നല്ല എക്സാമ്പിളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോ ഉള്ളത് സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു. റേപ്പ് ഉണ്ട്, അപ്പോൾ അത് IPC ഉണ്ട്, ഡൗറി ആക്ട് ഉണ്ട്, ഡൗറിക്കകത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ തൊഴിൽ സ്ഥലത്ത് സെക്ഷൽ ഹറാസ്മെൻറ്റിന് തടയാൻ ഇന്ത്യയിൽ ലോ ഇല്ലായിരുന്നു. സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻ വർക്ക് പ്ലേസ് ഇന്ത്യയിൽ തടയാൻ വേണ്ടി ലോ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു കേസ് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി വെച്ചിട്ട് ഈ സാധനം സുപ്രീം കോടതിയുടെ മുന്നിലെത്തി. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞു, അന്താരാഷ്ട്ര ഉടമ്പടികളൊക്കെ ഇന്ത്യ ഒപ്പിട്ടുണ്ട്. കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വിമൺ ഒരു കരാറുണ്ട്, സിഡാവ് 1917. അപ്പോൾ ആ കരാർ ഒപ്പുവെച്ചു. പിന്നെ ഭരണഘടനയുണ്ട്, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ലോ ഉണ്ടാക്കില്ല എന്നിട്ട് ആ കേസിൽ, വിശാഖ കേസിൽ സുപ്രീം കോർട്ട് തന്നെ ഒരു ലോ ഇറക്കിയിട്ട് പറഞ്ഞു, ദിസ് വിൽ ബി ദ ലോ ഓഫ് ദ ലാൻഡ്. സുപ്രീം കോർട്ട് ലോ പറഞ്ഞിട്ട് പറഞ്ഞു, ഇതെല്ലാവരും പാലിച്ചിരിക്കണം, ലെജിസ്ലേച്ചർ ഇതിനൊരു ലോ ഉണ്ടാക്കുന്നവർ ഇത് തന്നെ പാലിക്കണം. അപ്പോൾ ലോ ഇറക്കി. അപ്പോൾ ജഡ്ജസിന് നിയമനിർമ്മാണം നടത്തി എന്നുള്ളതാണ് ഒരു പോയിൻറ്റ്. നെക്സ്റ്റ്, അടുത്ത വേറൊരു കേസിൽ ബന്ദ് നടത്തി ജനജീവിതം സ്തംഭിപ്പിച്ചു. അപ്പോൾ ഇത് ലോ ഉണ്ടാക്കേണ്ട ലെജിസ്ലേച്ചറാണ്, തടഞ്ഞില്ല. റൂൾസോ റെഗുലേഷൻസോ ഇറക്കിയ എക്സിക്യൂട്ടീവ് തടഞ്ഞില്ല. CPIM വേഴ്സസ് ഭരത് കുമാർ എന്നുള്ള കേസിൽ കോടതിയാണ് റദ്ദ് ചെയ്തിട്ട് പറഞ്ഞു, ബന്ദ് ഭരണഘടനാ വിരുദ്ധമാണ്. ഇനി വേറൊന്ന്, പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ്, അത് തടയാൻ ആക്റ്റില്ല, റൂൾസില്ല, കോടതി
മുരളി ദേവ്ര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ അത് പബ്ലിക് പ്ലേസിലെ സ്മോക്കിംഗ് അത് നിയമവിരുദ്ധമാക്കി. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ പോലും വളരെ കുറച്ചേ പറയുന്നുള്ളൂ. ഭരണഘടന വന്ന സമയത്ത് വളരെ കുറച്ചേ പറയുന്നുള്ളൂ. അറസ്റ്റ് ചെയ്യുന്ന ഉടൻ തന്നെ ഗ്രൗണ്ട്സ് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാവൂ, ഉടൻ തന്നെ കോർട്ടിൽ കൊണ്ടുപോകണം, 24 hours ബിയോണ്ട് വയ്ക്കണമെങ്കിൽ പോലീസ് കോടതിയുടെ ഓർഡർ വേണമെന്നും ലീഗൽ ഡിസ്കഷൻ നടത്തണമെന്ന് മാത്രം റൈറ്റേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്തും അറസ്റ്റ് ചെയ്യുന്നത് ആരാണെന്നറിയില്ല, യൂണിഫോമില്ല, ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും, എവിടെയെങ്കിലും കൊണ്ടുപോകും, അവസാനം തിരിച്ച് ബോഡി പോലും കിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ദിലീപ് കെ ബസു വേഴ്സസ് വെസ്റ്റ് ബംഗാൾ കേസിൽ സുപ്രീം കോർട്ട് തന്നെ കൽപ്പനകൾ പറഞ്ഞു ഇതെല്ലാവരും പാലിച്ചോണം, അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പറഞ്ഞു. അപ്പോൾ അറസ്റ്റ് ലോയും സുപ്രീം കോടതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഞാൻ ഇത്രയും 3 വിഷ്വൽ തന്ന കാര്യം എനിക്കൊന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 3 പേരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നെങ്കിലും 3 പേരും ഒരു ജോലി ചെയ്യുന്നു. അത് മാത്രം നമ്മുടെ ഈ ജൂറിസ്പ്രുഡൻസിൽ നമുക്ക് ആവശ്യമുള്ളത്. 3 പേരും ലോ മേക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതാണ് ഞങ്ങൾ ലോയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഗവൺമെൻറ് 3 വിങ്ങും ഇപ്പോൾ ലോ ഉണ്ടാക്കുന്നു മനസ്സിലാക്കുക. ലെജിസ്ലേച്ചർ ലോ ഉണ്ടാക്കുന്നത് സുപ്രീം ലെജിസ്ലേഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഏൽപ്പിച്ച് കിട്ടിയ പവർ വെച്ചിട്ട് എക്സിക്യൂട്ടീവ് ലോ ഉണ്ടാക്കുന്നു, അതിനെ നമ്മൾ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ. 2 പേരും കണ്ണടച്ചാൽ ലോ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്, അതിനെ നമ്മൾ ജുഡീഷ്യൽ ലെജിസ്ലേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ 3 വിധത്തിൽ ലോ ഉണ്ടാവും നിങ്ങൾ അറിയുക. ഇനി ഒരു കേരളത്തിലുള്ള ഒരു പെൺകുട്ടിക്ക്, ഹിന്ദു പെൺകുട്ടിക്ക് അമ്മയുടെ ബ്രദറിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. പക്ഷേ തമിഴ്നാട്ടിലുള്ള ഹിന്ദു പെൺകുട്ടിക്ക് അമ്മയുടെ ബ്രദറിനെ കല്യാണം കഴിക്കാം, മാമ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, അത് ഒരിക്കലും ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ ജുഡീഷ്യറിയോ അല്ലോ പറഞ്ഞിട്ടില്ല, അത് ആചാരങ്ങളിൽ നിന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമും ഇപ്പോൾ ലോ ആണെന്ന് അങ്ങനെ അപ്പോൾ ഇന്ത്യയിൽ കണ്ടില്ലേ. അപ്പോൾ ലെജിസ്ലേച്ചർ ലോ ഉണ്ടാക്കുന്നു, ലോ തന്നെയാണ്. എക്സിക്യൂട്ടീവ് ലോ ഉണ്ടാക്കുന്നു, ലോ തന്നെയാണ്. ജുഡീഷ്യറി ലോ ഉണ്ടാക്കുന്നു, ലോ തന്നെയാണ്. ഇനി അടുത്തത് ഇതൊന്നുമില്ല, 3 പേരും ഉണ്ടാക്കാതെ താനേ ഉണ്ടായി വന്നതും ഇന്ത്യയിൽ ലോ ആകുന്നു, അതാണ് കസ്റ്റംസ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞത്. കേരളത്തിലെ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് അമ്മയുടെ ബ്രദറിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, കല്യാണം ഓയിഡാണ്, അത് പറ്റും. ഇത് തമിഴ്നാട്ടിൽ പറ്റും, ബിക്കോസ് കസ്റ്റം. തീർന്നില്ല. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു പോയതാണ്. പല വിധത്തിൽ ഇൻ്റർനാഷണൽ ലോയുടെ കൺവെൻഷൻസൊക്കെ നമ്മൾ ഇന്ത്യയിൽ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല എക്സാമ്പിളാണ് 1972 സ്റ്റോക്ക്ഹോം ഡിക്ലറേഷനിൽ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പോയി പങ്കെടുത്തിട്ട് വന്നിട്ടുണ്ടാക്കിയ നിയമമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972. അപ്പോൾ ഇൻ്റർനാഷണൽ ലോ ഇന്ത്യൻ ലോയെ നേരത്തെ പറഞ്ഞല്ലോ. കടലിലുള്ള അൺക്ലൂസ് പറഞ്ഞല്ലോ, യുണൈറ്റഡ് നേഷൻസ് ആ കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് സീസിനകത്ത് പറഞ്ഞു. ആ കരാർ ഒപ്പുവച്ചതിന് ശേഷമാണ് ഇന്ത്യയിൽ 1976 മെറിറ്റൈം സോൺസ് ആക്ട് വന്നു. ഇനി എക്സ്ട്രഡിഷൻ കൺവെൻഷൻ നടത്തിയതിന് ശേഷമാണ് കുറ്റാരോപിതരെ കൈമാറുന്ന എക്സ്ട്രഡിഷൻ ആക്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ ആക്റ്റുകൾ വരും. അപ്പോൾ ഇതിൽ നേരത്തെ ആ വിശാഖ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വിമൺ എന്നുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് കോടതി ലോ. അപ്പോൾ ഇൻ്റർനാഷണൽ ലോയിൽ ഇതിൻ്റെ കൂടെ സോഴ്സ് ആവുന്നു. തീർന്നില്ല. ഇന്ത്യയിൽ അപ്പം ഒരു യൂണിഫോം സിവിൽ കോഡില്ല, ഒരു അഭാവം പറയാം. അപ്പോൾ നമ്മൾ സാധാരണ A-B കുത്തിക്കൊന്നു. അപ്പോൾ അത് കുത്തിക്കൊന്നപ്പോൾ ആ കൊലയാളി ആയിരുന്നോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ കേസ് എടുക്കുന്നു, സെയിം പോലീസ് സെയിം കേസ്. പക്ഷേ വിവാഹമായിട്ട് ബന്ധപ്പെട്ട എത്ര വിവാഹം കഴിച്ചാൽ കുട്ടിയുടെ ഗാർഡിയൻ ആരാണ്, എങ്ങനെ ഒഴിയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഹെറിറ്റൻസ്, സക്സഷൻ, ഇതിനൊരു ഏകീകൃത നിയമം ഇന്ത്യയിലില്ല. അത് വേണമെന്ന് അംബേദ്കർ ആർട്ടിക്കിൾ 44 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അത് നടപ്പിലായിട്ടില്ല. അതുകൊണ്ട് ഒരു ഏരിയയ്ക്കകത്ത് ലോയുടെ അഭാവമുണ്ട്. പക്ഷേ ആ ഏരിയ പോലും ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് ടച്ച് ചെയ്യാത്തൊരു മേഖല മുസ്ലിം ലോയാണ്. അപ്പോൾ മുസ്ലിം ലോയിൽ ഇപ്പോഴും ഖുറാനും പരിശുദ്ധ ഖുറാനും പിന്നെ അതിനകത്ത് പ്രവാചകൻ അതിൻ്റെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് ആ പ്രവാചകൻ്റെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ജൂറിസ്റ്റ് നടത്തുന്ന ഇതിൻ്റെ സുന്ന, ഹദീസ് അല്ലെങ്കിൽ ഖിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഖുറാനും ഹദീസും സുന്ന അങ്ങനെ കുറച്ച് ആ ഒരു ലോയും ഇന്ത്യയിൽ ലോയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ നമ്മൾ പറയാം. അപ്പോൾ ഇന്ത്യ കംപ്ലീറ്റ് ഉൾക്കൊള്ളയല്ലേ. ലെജിസ്ലേച്ചർ ഇറക്കുന്നത് നമ്മൾ ലോ ആക്കുന്നു, എക്സിക്യൂട്ടീവ് ഇറക്കുന്നത് നമുക്ക് ലോയാണ്, ജഡ്ജസ് ഇറക്കുന്നത് നമുക്ക് ലോയാണ്. ഇനി അതേപോലെ ആരും ഉണ്ടാക്കാതെ താനേ ഉണ്ടായി വന്നതും നമുക്ക് ലോയാണ്. ലോകരാജ്യങ്ങളെല്ലാം തമ്മിലിരുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതും ലോയാണ്. ഇനി ദൈവത്തിൻ്റെ റെവലേഷൻ കിട്ടിയിട്ട് പ്രവാചകൻ്റെ പറഞ്ഞതും അങ്ങനെയുള്ള വിൽ ഓഫ് ഗോഡും നമ്മളിവിടെ എന്താക്കുന്നുണ്ട്, ചില കേസസിൽ ലോ ആവുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ്, ഈ എല്ലാ പ്രിൻസിപ്പിൾസും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റിസ് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ തിരിച്ച് കഴിഞ്ഞ സെഷനിൽ നമ്മൾ തുടങ്ങിയത് ലോയുടെ നിർവചനമാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് തന്നെ എന്താണ്, ഒരു ബോഡി ഓഫ് പ്രിൻസിപ്പിൾസാണ്. അത് സ്റ്റേറ്റ് അംഗീകരിക്കണം, ജസ്റ്റിസ് കിട്ടിയിരിക്കണം. അപ്പോൾ ആ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസിൽ എന്തെല്ലാം വരുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും പ്രിൻസിപ്പിൾസ് കവർ ചെയ്യുന്നതാണ് ഇന്ത്യൻ ലോ. ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഇവോൾവ് ചെയ്ത ബോഡിയാണ് സ്റ്റേറ്റ്. അൾട്ടിമേറ്റ് ലക്ഷ്യമാണ് ജസ്റ്റിസ്.
സോ സർ, നമ്മളിപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്ന് എന്താണ് ഗവൺമെൻറ് എന്നുള്ളത് മനസ്സിലായി. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറി 3 ഇമ്പോർട്ടൻറ്റ് വിങ്സ് ഓഫ് ഗവൺമെൻറ് ആണെന്നുള്ളത് മനസ്സിലായി. ലെജിസ്ലേച്ചറിലൂടെയും എക്സിക്യൂട്ടീവിലൂടെയും ജുഡീഷ്യറിയിലൂടെയും കൂടാതെ കസ്റ്റംസിലൂടെയും ഇൻ്റർനാഷണൽ ലോയിലൂടെയും നമുക്ക് നിയമം ഉണ്ടാകുന്നു എന്നുള്ളതും മനസ്സിലായി. പക്ഷേ ഇത് കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാകാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇവരിൽ ആരാണ് ഏറ്റവും സുപ്രീം എന്നുള്ളതാണ്. കാരണം നമ്മൾ പറയുന്ന ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണെന്ന് പറയുന്നു, കോടതികളാണെന്ന് പറയുന്നു. ഇതിലൊരു വ്യക്തത ഇപ്പോഴും എനിക്കൊന്നും കുറേ പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും. അപ്പം വിച്ച് ഇസ് ദ മോസ്റ്റ് സുപ്രീം അതോറിറ്റി, അല്ലെങ്കിൽ ആരാണ് ഏറ്റവും സുപ്രീം എന്നുള്ളതൊന്ന് പറയാമോ? ഇതിൽ നമ്മൾ ആ വിങ് പറയുമ്പോൾ ഭരണഘടനാകർത്താക്കളുടെ കണ്ണിൽ കൂടെ കണ്ടാൽ, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അകത്ത് കയറിയെന്ന് കണ്ടാൽ, ഈ 3 വിങ്ങിൽ എലക്ട് ചെയ്ത് റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്നത് ലെജിസ്ലേച്ചറിൽ മാത്രമാണ്. കാരണം ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന്മാരും എന്താണ് ഇൻഡയറക്ട്ലി പ്രസിഡൻറ്റും ഒക്കെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണെങ്കിൽ പോലും ബാക്കി സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊന്നും എലക്റ്റഡ് അല്ലല്ലോ. പിന്നെ അതേപോലെ കോടതിയും അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഭരണഘടനയുടെ കണ്ണിൽ കൂടെ നോക്കാൻ ശ്രമിച്ചാൽ ഇതിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന നേതാക്കന്മാർ ജനങ്ങളാണ്. അപ്പോൾ ആ ജനങ്ങൾ ഇരിക്കുന്ന ബോഡിയാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നുണ്ട്, അത് സുപ്രീം എന്ന് പറയാം. പക്ഷേ തിരിച്ച് നമ്മൾ വേറൊരു വിധത്തിൽ കണ്ടു തുടങ്ങിയാൽ ജനങ്ങൾ ഡേ ടു ഡേ കാണേണ്ടത്, ഇപ്പോൾ റേഷൻ കാർഡ് വേണം, ഡ്രൈവിംഗ് ലൈസൻസ് വേണം, എല്ലാം യൂണിവേഴ്സിറ്റി ഇതെല്ലാം നമ്മൾ ഡേ ടു ഡേ കാണുന്നതും എക്സിക്യൂട്ടീവിനെയാണ്. ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള എല്ലാ ജോലിയും കൊടുത്ത് ജനങ്ങൾ ഡെയിലി കാണാൻ അവസരമുണ്ട്, അവർക്ക് അഡ്ജുഡിക്കേഷനുണ്ട്, ലോ ഉണ്ടാക്കാനുള്ള പവറുണ്ട്, നയം എല്ലാം ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ കുറച്ച് പവർഫുള്ളായിട്ട് സുപ്രീമായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളത് എക്സിക്യൂട്ടീവാണ്. ഇനി തിരിച്ച് കോടതി വെച്ച് നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തു പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ലോ ഭരണഘടനയുടെ ഭാഗം 3 അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അത് റദ്ദ് ചെയ്യാനുള്ള പവർ നമ്മുടെ കോടതിക്ക്, ഹൈക്കോടതിനും സുപ്രീം കോടതിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ സുപ്രീം കോടതിയാണ് അവിടെ വലുതെന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഏതാണ് വലുതെന്ന് ചോദിച്ചാൽ ഇത് ഡിപ്പെൻസ്. അപ്പോൾ ലെജിസ്ലേച്ചർ ആവാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ജുഡീഷ്യറി എന്ന് പറയേണ്ടി വരും. അത് ജുഡീഷ്യറിയാണ് സുപ്രീം എന്ന് നമുക്ക് ഇടയ്ക്ക് തോന്നിപ്പോകും. കാരണം കോടതിയുടെ അകത്തുള്ള ജഡ്ജസിൻ്റെ അപ്പോയിൻമെൻറ്റ് ആരാണ് നടത്തേണ്ടതെന്ന് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഡൗട്ട് വന്നപ്പോൾ ആർട്ടിക്കിൾ 143 പ്രകാരം ഒരു വകുപ്പുണ്ട്. 143 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് പ്രസിഡന്റിന് ഒരു ലീഗൽ ഡൗട്ട് വന്നാൽ സുപ്രീം കോർട്ടിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന്. അപ്പോൾ അന്നത്തെ പ്രസിഡന്റ് സുപ്രീം കോർട്ടിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ അപ്പോയിൻമെൻറ്റിൽ ആർക്കാണ് അപ്പർ ഹാൻഡ്? അപ്പോൾ സ്വാഭാവികമായിട്ട് സുപ്രീം കോർട്ട് എന്ത് തന്നെ പറയും? സുപ്രീം കോർട്ട് പറഞ്ഞു നമുക്ക് തന്നെയാണെന്ന്. അപ്പോൾ അതോടുകൂടി അതൊരു കേസാണ്, പ്രസിഡൻഷ്യൽ റെഫറൻസ് കേസ് ഓഫ് 1900, അത് AR 1999 സുപ്രീം കോർട്ട് 1 ആ കേസാണ്. അപ്പോൾ ആ കേസിൽ വന്നതോടുകൂടി സുപ്രീം കോടതി, അത് ഹയർ ജുഡീഷ്യറിയുടെയൊക്കെ അപ്പോയിൻമെൻറ്റും ട്രാൻസ്ഫറും ഒക്കെ കോടതികളുടെ കൈകളിലായി. അപ്പോൾ ഇതൊരു വലുതാരം ചോദിച്ചുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് ഇതിനെ അതിജീവിക്കാൻ വേണ്ടി ഒരു ആക്ട് പാസ്സാക്കി. അത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻസ് ആക്ട്, NJSC ആക്ട് കൊണ്ടുവന്നു. ഭരണഘടനയിൽ 99th അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ മാറ്റം വരുത്തിയിട്ട് കോടതിയുടെ ഈ അപ്പോയിൻമെൻറ്റിലുള്ള ട്രാൻസ്ഫറിലെ കുത്തക മാറ്റാൻ വേണ്ടി ഒരു ആക്ട് പാർലമെൻറ്റ് കൊണ്ടുവന്നു. സുപ്രീം കോർട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് തന്നെ ഇതിനെതിരെ കേസ് മുമ്പോട്ട് എടുത്തിട്ട് ആ ആക്ടിന് റദ്ദ് ചെയ്തു, ആ അമെൻമെൻറ്റും റദ്ദ് ചെയ്തിട്ട് പറഞ്ഞു നമ്മുടെ കാര്യം നമ്മൾ നോക്കിക്കോളാമെന്ന്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ കോടതിയാണ് വലുത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഈ 3 പേരല്ല, ഈ 3 പേരെ നിലയ്ക്ക് നിർത്താൻ വേറൊരാളുണ്ട്. 4th എസ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതാണ് 4th എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 1st, 2nd, 3rd, 4th. അപ്പോൾ ഈ 3 പേരും കുഴപ്പം കാണിച്ചാൽ നോക്കുന്നതാണ് 4th എസ്റ്റേറ്റ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇന്ത്യയിലെ സിറ്റുവേഷൻ വെച്ച് നോക്കിയാൽ നിൽക്കാനറിയാം, ഇതിൽ മിക്കവാറും നമുക്ക് പറയേണ്ടി വരും ഇതിലേറ്റവും വലുത് സുപ്രീം, ഇവർ 3 അല്ല ആരാണെന്ന് മീഡിയ എന്ന് പറയേണ്ടി വരും. പക്ഷേ മീഡിയ അങ്ങനെ ചെയ്യരുത്, കണ്ടംപ്റ്റ് കേസെടുക്കും. മീഡിയയുടെ ട്രയൽ പോലും സുപ്രീം കോടതി നിരോധിച്ചിട്ടുണ്ട്. രാജേന്ദ്ര ഗാന്ധി വേഴ്സസ് മഹാരാഷ്ട്ര എന്നുള്ള കേസിൽ കോടതി പറഞ്ഞു ട്രയൽ ബൈ മീഡിയ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയുടെ വെല്ലുവിളിയാണ്, കണ്ടംപ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞ് മീഡിയയെ വിരട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതും വലുതല്ല. പക്ഷേ യഥാർത്ഥത്തിൽ വലുതാരാണെന്ന് ചോദിച്ചാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അംബേദ്കറും ടീമും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും സുപ്രീം പവർ ആരെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും തന്നെയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. സോ ഫ്രണ്ട്സ്, അലേർട്ടിൻ്റെ ജൂറിസ്പ്രുഡൻസ് ലെക്ചർ സീരീസിലെ പാർട്ടിൽ നമ്മൾ ഇന്ന് ഡീൽ ചെയ്തത് ഗവൺമെൻറ് എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ്. ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി എവിടെ നിന്ന് വരുന്നു, എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻ, അങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ഗവൺമെൻറ്, 3 ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി 3 വിങ്സ് ഓഫ് ഗവൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ലാസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ 4th എസ്റ്റേറ്റിനെ കുറിച്ചൊക്കെ ഉള്ള ഡിസ്കഷൻ ഇവിടെ വന്നു. ആരാണ് സുപ്രീം എന്നുള്ളതാണ്. സോ ഫൈനലി എൻഡ് ചെയ്തത്
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നിലവിൽ വന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ തന്നെയാണ് ഏറ്റവും സുപ്രീം എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് വാട്ട് ഇസ് law.